MK ഷുക്കൂർ കൂടി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഇപ്പം സാജി പറഞ്ഞതുപോലെ കപ്പലിന് തീ പിടിച്ചതിലൊന്നും കേസെടുക്കാൻ, ഇല്ലെങ്കിൽ ഈ എൽസ മുങ്ങിയതിലൊന്നും കേസെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നൊരു നിയമോപദേശം സർക്കാരിന് കിട്ടിയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. അതായത് ഒരു അധികാര പരിധിയുണ്ട്, അത് 22.22 കിലോമീറ്റർ വരെയാണ്, അതായത് 12 നോട്ടിക്കൽ മൈൽ വരെയാണ് എന്നുള്ളതുണ്ട്. അപ്പൊ ഈ ദൂരപരിധിയിലെ സംഭവത്തിൽ പോലീസിന് കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ കേസെടുത്താൽ ഇത് നിലനിൽക്കില്ല എന്നൊക്കെയുള്ള നിയമോപദേശം സർക്കാരിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് അതിനപ്പുറമാണ്, ആ ദൂരപരിധിയിൽ വ്യത്യാസം വരും. അപ്പൊ കേസെടുത്തത് മാത്രമാകുമോ ഇത് നിലനിൽക്കാനുള്ള സാധ്യത? ധന്യ, 200 നോട്ടിക്കൽ മൈലിനകത്ത് സംസ്ഥാനത്തിന് കേസെടുക്കാം എന്ന ഒരു കോടതി വിധിയുണ്ട്. അതനുസരിച്ച് കേസെടുക്കണം എന്നൊരു ആവശ്യം തുടക്കം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളി സംഘടനകളും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട പലതരം ലത്തീൻ സഭയടക്കമുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം പ്രതിപക്ഷവും ആ രീതിയിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. അക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു പ്രതികരണം സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്തിരുന്നില്ല. ഈ കപ്പലിന്റെ അപകടം നടന്നത് കഴിഞ്ഞ മെയ് 24-നാണ്. 25-ന് MS എൽസ 3 കപ്പൽ പൂർണ്ണമായി മുങ്ങി. 70 കിലോമീറ്റർ, അതായത് കൊച്ചി തീരത്തുനിന്നും 70 കിലോമീറ്റർ പരിധിയിലാണ് ഈ കപ്പൽ മുങ്ങിയത്. അങ്ങനെയെങ്കിൽ അത് 38 നോട്ടിക്കൽ മൈൽ മാത്രമായിരുന്നു ദൂരം. എന്നാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് 12 നോട്ടിക്കൽ മൈലിൽ മാത്രമേ കേസെടുക്കാനാവൂ എന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. എന്നാൽ കപ്പലുടമയും മറ്റുമായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ധാരണയിലെത്തിയതിനാൽ കേസെടുക്കുന്നില്ല എന്നൊരു വിവരവും പുറത്തു വന്നു. ഇത് പക്ഷേ ഔദ്യോഗികമായ ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല. ഈ അപകടത്തെ തുടർന്ന് സംസ്ഥാനത്തിന്റെ തീരമേഖലയിൽ വലിയ തോതിലുള്ള നഷ്ടങ്ങളുണ്ടായി എന്ന ഒരു പരാതി വ്യാപകമായി ഉയർന്നു. മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് പുറമെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ വിമർശനങ്ങളുമായി രംഗത്തെത്തി. ഡയറക്ടർ ജനറൽ ഷിപ്പിംഗിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് നടത്തിയ പ്രതികരണം ഇക്കാര്യത്തിൽ നഷ്ടം കണക്കാക്കാൻ ഒരു നോഡൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഒട്ടും തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ അരുതാത്തത് എന്തൊക്കെയോ നടക്കുന്നു എന്നൊരു വിമർശനം ആ അർത്ഥത്തിലാണ് പിന്നീട് ശക്തിപ്പെട്ടത് എന്ന് വേണം പറയാൻ. പിന്നീട് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ആവശ്യം ഉയർന്നു. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യം വന്നു. അത് രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ FIR രേഖപ്പെടുത്തിയത് എന്ന് തന്നെ പറയാം. നേരത്തെ സർക്കാർ അനൌദ്യോഗികമായി പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരാത്ത ഒരു സ്ഥലത്ത് വെച്ച് നടന്ന അപകടമായതുകൊണ്ട് തന്നെ കേസെടുക്കാനാവില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനൊരു വസ്തുതയും അടിസ്ഥാനവുമില്ല എന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ കേസെടുത്തതിലൂടെ കൂടി വ്യക്തമായിരിക്കുന്നു. എന്തായാലും ഈ കേസിന്റെ തുടർ നടപടികൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം പിന്തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ മറ്റൊരു പ്രതിസന്ധി ഉള്ളത്, ഇപ്പൊ ക്രിമിനൽ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകണം എന്ന കാര്യം പറഞ്ഞുകൊണ്ട് നഷ്ടപരിഹാരം വൈകിപ്പിക്കാൻ ഈ ഇൻഷുറൻസ് കമ്പനിക്കാകും. അങ്ങനെയെങ്കിൽ കൊച്ചിയിലും ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? കാരണം നേരത്തെ തന്നെ ഇതിന്റെ നാശനഷ്ടങ്ങൾ തെളിവ് സഹിതം അന്താരാഷ്ട്ര ഇൻഷുറൻസ് ഏജൻസിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ നഷ്ടപരിഹാരം ഈടാക്കാൻ സാധിക്കൂ, ഇല്ലെങ്കിൽ ആ നടപടിയിലേക്ക് കടക്കൂ എന്നൊക്കെയുള്ളത് കൊണ്ടാണ് ഒരു സമിതിയെ നിയോഗിച്ചത്. അപ്പോൾ ആ സമിതിയുടെ റിപ്പോർട്ട് പോലും പോകാത്ത അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രിമിനൽ കേസ് കൂടി വന്ന സാഹചര്യത്തിൽ അവർക്കുള്ള സഹായം വൈകൽ ആയിരിക്കില്ലേ സംഭവിക്കാൻ പോകുന്നത്? ധന്യ, ഒരു കേസ് എടുത്താൽ പോലും ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ എല്ലാം നിലപാടുകൾ വളരെ പ്രധാനമാണ്. കാരണം ഈ കേസ് നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരായിരിക്കും സ്വാഭാവികമായും ഈ കേസിലെ വാദി. അപ്പോൾ കോടതിയിലൊക്കെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച നിലപാട് സ്വീകരിക്കുമ്പോൾ എന്ത് നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഒരുപക്ഷെ ഇതിന്റെ നഷ്ടമെല്ലാം ഞങ്ങൾ നികത്താം എന്ന ഒരു നിലപാട് ഈ കപ്പൽ കമ്പനിയും മറ്റും സ്വീകരിക്കുകയാണെങ്കിൽ ആ ഒരു കേസിന്റെ ഒരു തലം തന്നെ മാറിയേക്കാം. അക്കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ ഒരു പ്രവചനത്തിന് സാധ്യതയില്ല. എന്തായാലും ഈ ക്രിമിനൽ കേസ് എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം നഷ്ടപരിഹാരം പോലെ മറ്റൊന്നും മുടങ്ങാൻ സാധ്യതയില്ല. മറിച്ച് ആ നഷ്ടപരിഹാരത്തിന് ഒരു ബലമാകാനാണ് സാധ്യത.